പക്ഷേ എത്ര വർഷമായി കൊയിലാണ്ടി തുടങ്ങിയിട്ട് നിങ്ങൾ? കൊയിലാണ്ടി സ്റ്റാർട്ട് ചെയ്തിട്ട് ഇപ്പോൾ ഒരു 12 വർഷം കഴിഞ്ഞു. 12 വർഷം കഴിഞ്ഞു. ഏകദേശം എത്ര കുട്ടികളായിട്ടുണ്ടാവും? ഏകദേശം ഒരു 600 കുട്ടികളെ മോഡല് ഇപ്പൊ പഠിച്ചിറങ്ങി. ഇപ്പൊ കണക്ഷൻ ഉണ്ടോ? അത്യാവശ്യം വർക്ക് ചെയ്യുന്ന കുട്ടികളൊക്കെ ഉഷാറായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. സ്വന്തമായിട്ട് സർവീസ് സെന്റർ സ്റ്റാർട്ട് ചെയ്തവരുണ്ട്, പിന്നെ ഗൾഫിലൊക്കെ വർക്ക് ചെയ്യുന്നവരുണ്ട്. കുറെ പേരുണ്ട്. ഗൾഫിലുള്ള കുട്ടികളൊക്കെ തിരിച്ച് കോൺടാക്ട് ചെയ്യുന്നവരുണ്ട്. കുറെ പേരുണ്ട്. അവരെ കെയർ ഓഫിൽ കുട്ടികൾ പറഞ്ഞേക്കാറുണ്ടോ? ഒരു 1-2 പേര് ഇവിടെ വന്ന് സംസാരിച്ചിട്ടുണ്ടായിരുന്നു. അവര് തന്നെ സ്വന്തമായിട്ട് സർവീസ് സെന്റർ സ്റ്റാർട്ട് ചെയ്തപ്പോ അവിടത്തേക്ക് കുട്ടികളെ വേണ്ടിയിട്ട് അവര് വന്നിട്ടുണ്ടായിരുന്നു ഇവിടെ. അപ്പൊ നമ്മൾ ചെയ്തു കൊടുത്തിട്ടുണ്ട്. കുട്ടികൾ കൂടുതലായി വരുന്ന കെയർ ഓഫ് സ്റ്റുഡൻസ് തന്നെയല്ലേ? കെയർ ഓഫ് തന്നെയാണ്. വലിയ രൂപത്തിലൊക്കെ പരസ്യത്തിനേക്കാളും കൂടുതൽ ഇവിടുത്തെ അഡ്മിഷൻ പറഞ്ഞാൽ കെയർ ഓഫ് തന്നെയാണ്. വേറെ കുട്ടികൾ തന്നെ വരാറുണ്ട്. അവര് പറഞ്ഞിട്ട് ടീച്ചർ ട്രെയിനിങ്ങിന് എങ്ങോട്ടാ കുട്ടികൾ ഇവിടെ സാധാരണ? ട്രെയിനിങ്ങില് നമ്മുടെ അടുത്ത് തന്നെ പഠിച്ചു കഴിഞ്ഞിട്ടുള്ള കുട്ടികളെ സർവീസ് സെന്റർ ഉണ്ട്. അവരുടെ അടുത്തേക്ക് തന്നെയാണ് കൂടുതലും അങ്ങനെ തന്നെയാണ് വിടാറുള്ളത്. പിന്നെ പുറത്തേക്ക് വിടുന്നുണ്ട്, പുറത്തുള്ള സർവീസ് സെന്ററിലേക്ക് കൊടുക്കുന്നു. സ്റ്റാർട്ടിങ്ങിൽ അവരെ കയറി എന്തെങ്കിലും സ്റ്റൈപ്പൻഡ് ഒക്കെ കൊടുക്കുമോ? എന്താണ് അധികം? അത് ഓരോ സർവീസ് സെന്ററിനനുസരിച്ചാണ്. ചില ആളുകൾ ഇപ്പൊ കഴിഞ്ഞ വെച്ച് തന്നെ 1-2 പേർക്ക് അവര് പേയ്മെന്റ് കൊടുക്കുന്നുണ്ട്. പിന്നെ സർവീസ് സെന്ററിനനുസരിച്ച് കുട്ടികൾ സർവീസ് ചെയ്യുമോ? ഒരുപാട് കൊണ്ടുവരാറുണ്ട്. ഇപ്പൊ വന്ന സഞ്ജയ് ഒരുപാട് ഫോൺ ചെയ്തിട്ടുണ്ട്. അവൻ തന്നെ കൊണ്ടുവന്നിട്ട് അവൻ തന്നെ കുറെ ഫോണുകൾ സർവീസ് ചെയ്ത് കൊണ്ടുപോയിട്ടുണ്ട്. നന്നാക്കിയിട്ട് കൊണ്ടുപോയിട്ട് പൈസ വാങ്ങും. സർവീസ് ചാർജ് കാര്യങ്ങൾ ഡീറ്റെയിൽസ് ഒക്കെ പഠിച്ച് ചെയ്തോളൂ. ഇവിടെ ഹോൾസെയിൽ ഷോപ്പ് ഉണ്ട്. അവിടുന്ന് എടുത്തിട്ട് സിംസിന്റെ കെയർ ഓഫ് തന്നെയാണ് അവിടുന്ന് എടുത്തിട്ട് സർവീസ് ചെയ്ത് കൊടുക്കുന്നത്. സിംസിന്റെ ആയിട്ട് പിന്നെ ക്ലാസ് കഴിഞ്ഞ സപ്പോർട്ട് കൊടുക്കുന്നത്? ക്ലാസ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഡൗട്ട് ഒക്കെ ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ട് വിളിക്കാറുണ്ട്. ആ സമയത്ത് സപ്പോർട്ട് ചെയ്ത് കൊടുക്കാം. അപ്പൊ മുന്നോട്ടേക്ക് എന്തെങ്കിലും അപ്ഡേഷൻ ഒക്കെ ആവശ്യം വന്നാലോ എന്ത് ചെയ്യാൻ പറ്റും? മുന്നോട്ടേക്ക് ഒരു അപ്ഡേഷൻ അവർക്ക് പുതിയ എന്തെങ്കിലും ചെറിയ കാര്യങ്ങളൊക്കെ പ്ലസ് ആയിട്ട് പഠിക്കണം തോന്നി കഴിഞ്ഞെങ്കിലും സപ്പോർട്ട് ഒക്കെ കൊടുക്കാൻ പറ്റില്ലേ? നമുക്ക് ചെയ്ത് കൊടുക്കാൻ പറ്റില്ല. പുതിയ എന്തെങ്കിലും മെഷീൻസ് ഒക്കെ വരുമ്പോൾ പരിചയപ്പെടുത്താൻ കുറച്ച് കാലം കഴിഞ്ഞ് ആ കുട്ടിക്ക് ഇപ്പം ഒന്നുകൂടെ അപ്ഡേറ്റ് ചെയ്യണോ, അല്ലെങ്കിൽ ഗൾഫിലേക്ക് ഒന്ന് പോകണമെന്ന് തോന്നുന്ന സമയത്ത് ഉണ്ടാവുമല്ലോ, ഒന്ന് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നോക്കണം എന്ന് തോന്നുന്നുണ്ട്, അല്ലെങ്കിൽ പുതിയതായിട്ട് ഇപ്പം എന്തായി അതൊക്കെ ഒന്ന് പഠിക്കണം തോന്നുന്നുണ്ടെങ്കിൽ എന്ത് സപ്പോർട്ട് കൊടുക്കാൻ പറ്റും? സിംസിന് നമുക്ക് ഇപ്പോൾ 6ഓളം ബ്രാഞ്ചുകളുണ്ട്. അപ്പം എവിടെയുള്ള ആളാണെങ്കിലും നമുക്ക് ആ ഏരിയയിൽ വെച്ചിട്ട് നമുക്ക് സപ്പോർട്ട് കൊടുക്കാൻ പറ്റും. ആ ബ്രാഞ്ചിലൊക്കെ വേണമെങ്കിൽ അവർക്ക് ഒരു സപ്പോർട്ട് കൊടുക്കാൻ പറ്റും. പിന്നെ സപ്പോർട്ടിങ്ങിന് വേണ്ടി നമുക്കൊരു വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ട്. നമ്മുടെ പഠിച്ചു പോയിട്ടുള്ള ടെക്നീഷ്യന്മാരുണ്ട് അതിൽ. അവരുടെ അടുത്ത് നിന്നൊക്കെ നമുക്ക് സപ്പോർട്ട് കൊടുക്കാൻ പറ്റും.